നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെപ്പറ്റി, രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല. കാരണം ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ചോ ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചോ ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ഇവിടെ ചർച്ചകൾ നടക്കുന്നില്ല. പുരോഗതിയുടെ എല്ലാ സൂചികയിലും ഇന്ത്യ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വലിയ സാമ്പത്തിക മാന്ദ്യം നേരിടുകയാണ്. അതോടൊപ്പം ഇന്ത്യയിലെ GDP ഏറ്റവും വലിയ തകർച്ചയിൽ നിൽക്കുകയാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. GDP-യുടെ കാര്യത്തിൽ 4-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് 6-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. GDP-യുടെ തകർച്ചയുണ്ടായിട്ട് മാധ്യമങ്ങൾ എന്തുകൊണ്ട് അത് വാർത്തയാക്കുന്നില്ല എന്നാണ് ധ്രുവ് റാട്ടി ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ്. രാജ്യത്തിന്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന എല്ലാ അളവുകോലുകളിലും ഇന്ത്യ ദിനം പ്രതി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. GDP-യുടെ കാര്യത്തിൽ 6-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് അതേപ്പറ്റി ധാരണയില്ല, മാധ്യമങ്ങളിൽ ചർച്ചയില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ 151-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് 157-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. ഒരു രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ ജനാധിപത്യം ഇല്ല എന്ന് തന്നെയാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ 180 രാജ്യങ്ങളുള്ള പട്ടികയിൽ 157-ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. എത്ര ലജ്ജാകരമാണ്! സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം സാധ്യമല്ലാത്ത രാജ്യമായി മാറിയിരിക്കുന്നു ഇന്ത്യ. എല്ലാ ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളും എല്ലാ സാമ്രാജ്യത്വ ശക്തികളും മാധ്യമ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കും. അവർക്ക് വേണ്ടത് വാഴ്ത്തുപാട്ടുകാരാണ്, അവരെ സ്തുതിഗീതങ്ങൾ പാടുന്നവരാണ് ഭരണകൂടത്തിൻ്റെ ആവശ്യം. ഡെമോക്രസിയുടെ ഇൻഡെക്സിൽ ജനാധിപത്യ രാജ്യമാണോ ഇന്ത്യ? ഇന്ത്യ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ നിന്ന് വഴുതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. 100-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് 105-ലേക്ക് മാറിയിരിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ, സാമ്പത്തിക രംഗത്ത്, അതോടൊപ്പം തന്നെ ഡെമോക്രസിയുടെ കാര്യത്തിൽ, ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുകയാണ്.